നാടിന്റെ ശാപമായി മാറുകയാണ് ഈ റോഡ്. ഇരുചക്രവാഹനക്കാർ തെന്നി വീഴുന്നത് നിത്യസംഭവം. ഈ പ്രദേശത്ത് കൂടെ കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥ. എന്നിട്ടും അധികാരികൾക്ക് യാതൊരു കുലുക്കവുമില്ല. തിരൂർ തെക്കൻ കുറ്റൂരിനെ ബന്ധിപ്പിക്കുന്ന അല്ലൂർ പ്രധാനമന്ത്രി ഗ്രാമീണ റോഡിന്റെ അവസ്ഥയാണിത്. പുത്തനത്താണി അല്ലൂർ രണ്ടാൽ തിരൂർ റോഡിനെ ബന്ധിപ്പിക്കുന്ന പ്രധാനമന്ത്രി ഗ്രാമീണ പദ്ധതി റോഡ് വാഹനയോഗ്യമല്ലെന്നും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ. തലക്കാട് വളവന്നൂർ പഞ്ചായത്തിനെ കൂടി ബന്ധിപ്പിക്കുന്ന അല്ലൂർ രണ്ടാൽ പുത്തനത്താണി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. യാത്ര ചെയ്യുന്ന ഭാഗം കുറച്ച് സുരക്ഷിതമായിട്ടില്ലെങ്കിൽ പൊതുജന പ്രക്ഷോഭം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. കാരണം അവർക്ക് യാത്രയ്ക്ക് സുഖമായിരിക്കണം ഈ റോഡ് എന്ന് പറയുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട റോഡാണ്. പുത്തനത്താണിയിൽ നിന്ന് പൊന്നാനി ഭാഗത്തേക്കൊക്കെ പോകാനും വളരെ ഷോർട്ടായിട്ടുള്ള വഴിയാണിത്. കോലുപാലം വഴി, പുതിയങ്ങാടി വഴി അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു വളരെ ഷോർട്ടായിട്ടുള്ള, പ്രത്യേകിച്ച് കോട്ടക്കൽ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെയുള്ള പരിചയമില്ലാത്ത ആൾക്കാരൊക്കെയാണ് അധികം ഈ വഴി യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായേ പറ്റൂ എന്ന് ഞാൻ അറിയിക്കുകയാണ്. തിരൂർ തെക്കൻ കുറ്റൂരിനെ ബന്ധിപ്പിക്കുന്ന അല്ലൂർ പ്രധാനമന്ത്രി ഗ്രാമീണ റോഡിന്റെ അവസ്ഥയാണിത്. അല്ലൂർ ഭാഗത്തു നിന്ന് കുറ്റൂർ ഭാഗത്തേക്ക് എത്തുവാൻ മണിക്കൂറുകളോളം അപകടകരമായ അവസ്ഥയിൽ ഭയത്തോടെ വേണം വാഹനം ഓടിക്കുവാൻ. നിത്യേന ഇതുവഴി പോകുന്ന സ്കൂട്ടർ വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റുന്നത് പതിവ് കാഴ്ചയാണ്. പ്രധാനമന്ത്രി ഗ്രാമീണ പദ്ധതിയായ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുമ്പോൾ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ടവർ നിർമ്മാണത്തിലെ അശാസ്ത്രീയ ഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ റോഡ് നിർമ്മിക്കുന്നവർ ഇത് മുഖവിലക്കെടുത്തില്ലെന്നാണ് പരാതി. പക്ഷേ അപ്പോഴേ നമുക്കറിയാമായിരുന്നു ഇത് വേറെ കാലം നിൽക്കില്ല. 1 ഇഞ്ച് ആസ്ഫാൾട്ട് എത്ര അടി ബേസ് മെറ്റീരിയൽ സ്ട്രോങ് ആണെങ്കിൽ തന്നെ ഇതിന് ഡാമേജ് വന്നാൽ തീർച്ചയായിട്ടും ഇത് പൊളിയും. ബാക്കിയുള്ള ലൂസായിട്ട് ജസ്റ്റ് കോമ്പാക്ട് ചെയ്തിട്ടിട്ടുള്ള മെറ്റീരിയൽ അതെല്ലാം പുറത്ത് വരും എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ വളരെ മോശമായിട്ട് ഒരുപാട് ഏകദേശം 2-3 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായിട്ട് ഈ വളവിലും ഇറക്കത്തിലും കൂടി കിടക്കുന്ന ആ ഒരു കിടങ്ങ് പോലെയുള്ളത് പിന്നെ വളരെ പരിതാപകരമാണ്. ഉടനെ അതിനൊരു പരിഹാരം ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, യാത്രക്കാർക്ക് പ്രയാസം ഉണ്ടാക്കും. അതിന് ശക്തമായ ഒരു പ്രതിവിധി, ഒരു സൊല്യൂഷൻ ഉണ്ടായേ പറ്റൂ. കോട്ടക്കൽ പുത്തനത്താണി ഭാഗത്തു നിന്ന് കുറ്റൂർ BP അങ്ങാടി ചമ്രോട്ടം ഭാഗത്തേക്ക് വാഹനയാത്രക്കാർ എളുപ്പമാർഗമായി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വഴിയാണ് പൊളിഞ്ഞു തകരാറിലായി കിടക്കുന്നത്. നിത്യേന ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും കുറ്റൂർ ഭാഗത്തു നിന്നും പുത്തനത്താണിയിലേക്കും തിരൂർ വൈരങ്കോട് BP അങ്ങാടി ഹനുമാൻകാവ് ക്ഷേത്രത്തിലേക്കും ഇതുവഴിയാണ് പോകുന്നത്. ഇതുവഴി കാൽനട യാത്രക്കാർക്കും സ്കൂട്ടർ യാത്രക്കാർക്കും അപകടകരമായ വിധം റോഡിൽ മെറ്റൽ പരന്നിരിക്കുന്നതും വലിയ ഭീഷണിയാണ്. ഇരുചക്രവാഹന യാത്രക്കാർ ഇതിൽ തെന്നി വീഴുന്നത് നിത്യകാഴ്ചയുമാണ്. ഉന്നതാധികാരികൾ അപകടം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നാട്ടുകാർ പറയുന്നു. വലിയ അപകടം സൃഷ്ടിക്കുന്നതിന് മുമ്പ് റോഡ് നിർമ്മാണത്തിന്റെ അപാകതകൾ പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.